ഗായ്സ് അപ്പൊ ഇന്ന് നമ്മ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് പോണത്. അപ്പൊ നമ്മ 9 മണിയാവാൻ പോണ്. അപ്പൊ ഈ സമയം നമ്മ ഇപ്പോഴാണ് ഇറങ്ങാൻ പോണത്. അപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. എൻ്റെ ചേട്ടത്തിയുടെ മക്കള്, എൻ്റെ മോള്, എൻ്റെ മോൻ. അപ്പൊ നമ്മൾ ഇത്രയും പേരാണ് പോണത്. പിന്നെ അമ്മാമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരെയും നോക്കാൻ വേണ്ടിയിട്ട് 2 ആണുങ്ങളും ഉണ്ട് ഞങ്ങളുടെ കൂടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ന്യൂ ഇയർ സെലിബ്രേഷന് പോണാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഫുൾ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇറങ്ങണതിന് മുമ്പ് ദേവുട്ടൻ്റെയും കുഞ്ഞുട്ടൻ്റെയും കൂടി ഒരു കുഞ്ഞ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരും പാട്ട് വെച്ചിട്ട് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് 2 പേരും തുള്ളിക്കളിക്കനാണ്. 4 പേർക്കും കൂടിയായിട്ടാണ് വെച്ചത്. ഇവരെ തുള്ളിക്കളി കണ്ടപ്പോൾ അവർ 2 ആളും മാറിന്ന് കണ്ണൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് കളിച്ചു നമ്മ ഇറങ്ങിയിട്ട്. അപ്പം നമ്മുടെ സാരഥി നമ്മുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരാരും തന്നെ നാട്ടിലില്ല. എന്നിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ അവർ കെട്ടിയിട്ടിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മ എല്ലായിടത്തേക്കും ഇറങ്ങിപ്പോകും. അപ്പം നമ്മ എല്ലാവരും കൂടിയാണ് കേട്ടോ പോണതെന്ന്. അപ്പോൾ പോണ വഴി നമ്മ എന്താ പറയുക ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പടക്കും നമ്മുടെ മേശാപ്പവും കമ്പിത്തിരിയൊക്കെ കത്തിക്കണമായിരുന്നു. നിറയെ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കഴിയുമ്പം സെൻട്രലിൽ പോയി പാർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നല്ല തിരക്ക് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമ്മ വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇടവഴി പിടിച്ചാണ് നമ്മ ബീച്ചിലോട്ട് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ ഭാഗത്ത് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് കേട്ടോ. കാരണം അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല പോലെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഇടവഴി കയറി വന്നുകൊണ്ട്. പിന്നെ അങ്ങോട്ട് പോകുക എന്നുള്ളത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. നല്ല തിരക്കാണ് അതിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയില്ല. നമ്മൾ ഇവിടുത്തെ വീഡിയോസ് തന്നെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നോക്കിയാൽ എല്ലാവരും 2024 ലാസ്റ്റ് ദിവസം ആഘോഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡുകളിൽ കണ്ട പിള്ളേർ റൈഡുകളിൽ കയറണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാ തിരക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ റൈഡുകളിൽ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ റൈഡിൽ ഇപ്പോൾ പിള്ളേരെയും കൊണ്ടുപോയി 3 പേരും കയറി. അപ്പോൾ ദേവമോനെയും കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സ്പീഡും ദേവട്ടൻ കുഞ്ഞാണല്ലോ, അതുകൊണ്ട് ദേവട്ടൻ കയറ്റിയില്ല. അയാൾ നല്ല കരച്ചിലായിരുന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ തല കറങ്ങി സത്യത്തിൽ. അവർ നല്ല ഹാപ്പി ആയിരുന്നു 3 പേരും. പക്ഷെ കണ്ട് നിൽക്കണ ഒരവസ്ഥ നേരെ തലതിരിച്ചായിരുന്നു. അവർ നല്ല ടെൻഷൻ അടിച്ചിരുന്നിരുന്നിട്ട് പിള്ളേർ ഇങ്ങനെ ഇട്ട് ഇതാക്കണം കണ്ടവ. അവർ പക്ഷെ 3 പേരും ഭയങ്കര ചിരിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ റൈഡ് എൻജോയ് ചെയ്ത് ഇറങ്ങിയിട്ടാണ്. 3 പേരും കൂടി വന്നപ്പോൾ ഇറങ്ങിയത് അടുത്ത റൈഡിലേക്ക് ഓടി കയറാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി ഓടി വന്നത്. എനിക്ക് അതിൽ പോകണമെന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അടുത്ത റൈഡിലേക്കുള്ള ടിക്കറ്റ് കൊടുത്ത് 3 പേരും കയറി നിൽക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ റൈഡിൽ ഞാനും ചേച്ചിയും ദേവട്ടനും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നു. അവന്മാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദേവട്ടനോട് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറയുകയൊക്കെ ചെയ്തിട്ടാ. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ധൈര്യം നിർത്തിയത് ചേച്ചിയാണ് കേട്ടോ. പക്ഷേ വീഡിയോസൊന്നും അതിലെനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പേടിച്ച് അണ്ണാക്ക് പൊട്ടിയാൽ ചേച്ചി എന്നെ ആശ്വസിച്ചിരുന്നിട്ട് ഒന്നുമില്ല ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ ഈ കൊട്ട പോലത്തെ കറങ്ങണ ജെയിൻ വീലിൽ കയറുകയും ചെയ്തിട്ടാ. ഇനി പിള്ളേരവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. അവിടെയാണെങ്കിൽ കുറച്ച് ടോയ്സൊക്കെ വിട്ട ആൾക്കാരൊക്കെ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവിടെയും നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടെ അധികം തിരക്ക് വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഫ്രണ്ട് സൈഡിലൊക്കെ ആയിട്ടാണ്. എന്നാലും തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, തിരക്കുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിനേക്കാളും തിരക്ക് വരും. 11 മണിയാകുമ്പോൾ ഇതിനേക്കാളും തിരക്ക് വരും. അവർ 2 പേരും മണ്ണിലൊരു കൂടാരം പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെയും ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ നല്ല തിരക്കുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നൈറ്റൊക്കെ ആകുമ്പോൾ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ ചെയ്യുക വീട്ടിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓരോ ബീച്ചിലും സെലിബ്രേഷൻ വന്നു തുടങ്ങിയ പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും ബീച്ചിലൊക്കെ പോകും, സെലിബ്രേഷൻ നടത്തും. അത് സത്യത്തിലൊരു എൻജോയ്മെൻറ്റ് തന്നെയാണല്ലേ. അപ്പോൾ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ആയിരുന്നാലും ഓർണമെൻറ്റ്സ് ആയിരുന്നു, ബാഗ്സ്, ഫുഡ്, അങ്ങനെ എല്ലാ കാര്യത്തിനും ഷോപ്പുകളുണ്ടായിരുന്നു. നമുക്ക് എല്ലാ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ നല്ല തിരക്കായിരുന്നു. നമുക്ക് അവിടെയൊക്കെ പോയി വീഡിയോസ് എടുക്കാമെന്ന് വെച്ചാൽ
നമ്മ വഴി തെറ്റിപ്പോവും ചിലപ്പോൾ. വഴി തെറ്റാനൊന്നും ഇല്ലേ, നമ്മൾ അറിയണ നാട് തന്നെയാണ്. എന്നാലും നമ്മുടെ കൂടെയുള്ള ഫാമിലി നമ്മൾ നോക്കി നിൽക്കുമല്ലോ. അപ്പം ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല. എല്ലാവരും എൻജോയ്മെൻറ്റിലാണ്. പുതുവർഷത്തെ വളരെ എൻജോയ്മെൻ്റായിട്ട് പാട്ടൊക്കെ എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ വീട്ടിൽ മാത്രമായിട്ട് നമ്മളൊരു കുഞ്ഞി കേക്ക് എടുക്കും, ചിലപ്പോൾ ഒരു പാട്ട് ഡാൻസ് കളിച്ചാൽ അവിടെ തീർന്നല്ലേ സെലിബ്രേഷൻ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും കുഞ്ഞു കുട്ടികളോട്ട് വയസ്സായിട്ടുള്ള ഒരു 50-75 വയസ്സായിട്ടുള്ള അമ്മമാർ വരെ സെലിബ്രേഷനിൽ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് നടക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്കിപ്പോൾ അപ്പുറം നിൽക്കുന്ന ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാലും ഒരുമിച്ച് ഡാൻസൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണല്ലേ. എല്ലാവരുടെയും ലൈഫും നമുക്കൊരു കുഞ്ഞു ലൈഫുള്ളൂ, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ ഏറ്റവും വലിയ കാര്യം തന്നെ. നമ്മുടെ ഫാമിലിയോടൊപ്പം ആയാലും മറ്റുള്ളവരോടൊപ്പം ആയാലും അത് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ വർഷത്തെ ആകൊരു ദിവസമാണല്ലേ. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇനി 2024 നമുക്കുള്ളൂ. അത് നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അങ്ങനെ ആ ആഘോഷത്തെ അങ്ങനെ തകൃതിയായിട്ട് എല്ലാവരും ഡാൻസിലൂടെ കുറച്ച് നിമിഷം കൊണ്ടുള്ള അത് എല്ലാവരും കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഈ വർഷം നമ്മൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും കുറച്ച് സന്തോഷമായിട്ടുള്ള ഇത് കിട്ടുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടില്ലായിരുന്നു. ഈ നന്ദുമോനാണ് കേട്ടോ, എൻ്റെ നാട്ടിൻ്റെ മോനാണ്. അപ്പോൾ അവന് സൂപ്പറായിട്ട് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഫ്രണ്ടിലായിരുന്നു. ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയപ്പോഴാണ് അവരും വന്നിട്ടുണ്ടെന്ന് കണ്ടത്. അങ്ങനെ അവരുടെ കുറച്ച് നേരം നിന്നു നമ്മൾ ഡാൻസൊക്കെ ചെയ്ത് കുറച്ച് നേരം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ നമ്മുടെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പാപ്പാനെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ ഫോണെടുത്ത് വീഡിയോസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പാനിനെ കത്തിക്കാനായിട്ട് നേരായി. അതിൻ്റെ ഇടയ്ക്ക് ദേവമോൻ ഉറങ്ങി. അപ്പം ചേച്ചി എടുത്ത് തോളിലിട്ട് അവന്. അപ്പം എല്ലാവരും ക്യാമറയും പൊക്കി പിടിച്ച് നിൽക്കണം കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പാപ്പാനി കത്താനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് എല്ലാവരും റെഡിയായി ഫോണും പിടിച്ചിരിക്കുന്നത് കണ്ട. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. എല്ലാവരും പൊക്കി പിടിച്ചിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ വീഡിയോസ് എടുക്കാനായിട്ട് നിൽക്കണം കേട്ടോ. സത്യത്തിൽ എന്തോരം ആൾക്കാരാണെന്നായിരുന്നു ആ സമയത്ത്. തിങ്ങി നിറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാപ്പാനെ കത്തിച്ച ഫ്രണ്ടിൽ നിന്ന് തീ കൊണ്ടുവന്ന് വന്നിട്ടാണ് പാപ്പാനെ കത്തിച്ചത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ പാപ്പാൻ്റെ നേരെ തന്നെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നിറച്ച ആൾക്കാരായിരുന്നു. അതോടത്തൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം തന്നെ വർണ്ണമഴയും തുടങ്ങി. പാപ്പാനെ കത്തിച്ച് അപ്പം തന്നെ വർണ്ണമഴയും തുടങ്ങി. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു വർണ്ണമഴ നടന്നത്. നമ്മൾ ബീച്ചിലായിരുന്നതുകൊണ്ട് വർണ്ണമഴ നമുക്ക് ചൊവ്വിന് കാണാൻ പറ്റി. നമ്മുടെ അടുത്ത് നിന്നായിരുന്നു വർണ്ണമഴ പൊട്ടിയിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ ഈ വർഷം അങ്ങോട്ട് അവസാനിച്ചില്ലേ. ഒരു വർഷം സത്യത്തിൽ എങ്ങനെയാണ് കിടന്നു പോയെന്ന് നമുക്കറിയാൻ പറ്റും. പെട്ടെന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് പോകുന്നത് ചൊവ്വിന് നമ്മൾ അറിയുമായിരുന്നല്ലേ. ഒരു ദിവസം കടന്നു പോകുന്നത് പോലും നമുക്ക് വലിയൊരു സംഭവമായിരുന്നു. സൺഡേക്ക് എത്താനായിട്ട് കൊതിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വർഷം കടന്നു പോകുന്നത് പോലും അറിയില്ല. പെട്ടെന്ന് ഈ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ കഴിഞ്ഞ ആഴ്ച